ജെറുസലേമിൽ സോളമൻ രാജാവ് പണി കഴിപ്പിച്ച ആദ്യ ദേവാലയ പരിസരത്ത് നിന്ന് 2700 വർഷം പഴക്കമുള്ള പുരാതനവും അപൂർവവുമായ സീൽ കണ്ടെത്തി. ജെറുസലേമിലെ നാഷണൽ പാർക്കിലെ പുരാവസ്തു ഗവേഷകരാണ് പുരാതന ഹീബ്രു ഭാഷയിൽ ആലേഖനം ചെയ്ത ഒരു പേരും ചിറകുള്ള ഒരു രൂപവും അടങ്ങിയ കല്ലുകൊണ്ടുള്ള ഈ മുദ്ര കണ്ടെത്തിയത്. ചിത്രത്തിൻ്റെ ഇരുവശത്തും ഹീബ്രു ഭാഷയിൽ ലേഹോസർ ബെൻ ഹോഷായഹു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കറുത്ത കല്ലുകൊണ്ട് നിർമ്മിച്ച മുദ്ര പുരാതന ജെറുസലേമിലെ ഉദ്ഖനനങ്ങളിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒന്നാണെന്ന് ഇസ്രായേൽ പുരാവസ്തു അതോറിറ്റിയുടെ ഉദ്ഖനന ഡയറക്ടർമാരായ ഡോക്ടർ യുവാൽ ബറൂച്ചും നവോദ് റോബും പറഞ്ഞു. യഹൂദ സംസ്കാരത്തിൽ പ്രബലമായിരുന്ന അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ ശക്തമായ സ്വാധീനം മുദ്രയിൽ കാണാവുന്നതാണ്. യഹൂദരുടെ ഭരണത്തിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന ഹോഷയഹു എന്നു പേരുള്ള വ്യക്തിയുടേതാകാം ഇതെന്ന് അനുമാനിക്കപ്പെടുന്നു. ഇതിൻ്റെ ഉടമസ്ഥരുടെ പേരുകൾക്ക് ബൈബിളിലെ പേരുകളുമായി സാമ്യമുണ്ട്. ഹോഷയാവുവിൻ്റെ കാലശേഷം അവൻ്റെ മകൻ യഹോയേസർ ഈ മുദ്ര സ്വന്തമാക്കിയിരിക്കാം. യോസേർ എന്ന പേര് ബൈബിളിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ ദാവീദ് രാജാവിൻ്റെ പോരാളികളിൽ ഒരാളായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജെറമിയയുടെ പുസ്തകം 43-ാം അധ്യായത്തിൽ വിവരിക്കുന്ന വ്യക്തികളിലും ഈ പേര് കാണുന്നുണ്ട്. അതിമനോഹരവും അതുല്യവുമായ ഈ കണ്ടെത്തൽ ആദ്യ ജെറുസലേം ദേവാലയത്തിൻ്റെ ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ട ഒന്നാണെന്ന് മന്ത്രി റബി അമിജായി എലിയാഹു പറഞ്ഞു. സെപ്റ്റംബർ ആദ്യവാരം ജെറുസലേമിൽ നടക്കുന്ന 25ാമത് വാർഷിക സിറ്റി ഓഫ് ഡേവിഡ് റിസർച്ച് കോൺഫറൻസിൽ മുദ്രയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പൊതുജനങ്ങൾക്കായി അവതരിപ്പിക്കും.